പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ LDFിൻ്റെ നേതൃത്വത്തിൽ 3 ജാഥകൾ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. അത് ഏതാണ്ട് 3ഉം അവസാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊന്ന് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വന്ന വടക്കൻ ജാഥ, അത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് പോയൊരു തെക്കൻ ജാഥ, അത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. നടുക്ക് 2-3 ജില്ലകളിൽ പര്യടനം നടത്തിയ മധ്യമേഖലാ ജാഥ, അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള ഇതായിരുന്നു. ആ 3 ജാഥകളും ഏതാണ്ട് പര്യവസാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, LDF നടത്തിയ ഈ ജാഥ, ആ ജാഥ കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അത് കോട്ടിലാണ്, ഉദ്ധരണിയിലാണ് നേട്ടങ്ങൾ. എന്താണ് ഈ ജാഥ കൊണ്ട് LDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ? അപ്പോൾ ആ നേട്ടങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഈ ജാഥ നടത്തുന്നതിന് കാരണമായിട്ടുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ ജാഥ LDF സംഘടിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ LDF അധികാരത്തിലിരിക്കുകയാണ്. ആ അധികാരത്തിലിരുന്നതിൻ്റെ ഭാഗമായി അഭൂതപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ വിവിധ മേഖലകളിൽ ഈ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. വലിയ തോതിൽ വികസനത്തിൻ്റെ മേഖലയിൽ സംസ്ഥാനത്തിന് മുന്നേറാൻ കഴിഞ്ഞു. ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വലിയ തോതിൽ മുന്നേറാൻ കഴിഞ്ഞു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അതൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഈ പിണറായി വിജയൻ്റെ തലയോടുകൂടി നമ്മൾ ഈ ബസ്സുകളിൽ ഇങ്ങനെ 10, 25, 30 തവണ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ കഴിഞ്ഞൊരു 10 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ വലിയ തോതിലുള്ള വികസന നേട്ടങ്ങൾ ഉണ്ടായി. ആ വികസന നേട്ടങ്ങൾ ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലിരുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ വികസന തുടർച്ച വേണമെങ്കിൽ ഇനിയും പിണറായി സർക്കാർ അധികാരത്തിൽ വരണം. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ 3ാം സർക്കാർ വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 3 ജാഥകളും സംഘടിപ്പിക്കപ്പെട്ടത്. ഈ 3 ജാഥകൾ ഏതാണ്ട് ഇപ്പോൾ പര്യവസാനിച്ചിരിക്കും. അപ്പോൾ ഈ പര്യവസാനിച്ച അവസരത്തിൽ വന്ന ആദ്യ വാർത്ത എന്ന് പറയുന്നത്, CPMൻ്റെ എന്തോ സംസ്ഥാന എക്സിക്യൂട്ടീവിലോ മറ്റോ ഈ LDF ജാഥകൾ പാളിപ്പോയി എന്ന് CPI തന്നെ വിലയിരുത്തിയിരിക്കുന്നു. നമുക്കറിയാം, CPI 2ാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ തെക്കൻ മേഖലാ ജാഥ നടന്നത്. എന്തായാലും ആ ജാഥ തീർന്നപ്പോൾ CPI തന്നെ ആ ജാഥ പാളിപ്പോയി എന്ന് അവർ വിലയിരുത്തിയിരിക്കുന്നു. ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല, ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അത് അവരുടെ വിലയിരുത്തൽ. നമുക്കതിനോട് യോജിക്കേണ്ടി വരും എന്നാണ് എനിക്കും സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ 3 ജാഥകൾ കൊണ്ടുണ്ടായ നേട്ടം എന്താ സുഹൃത്തുക്കളെ? ഈ 3 ജാഥകൾ കൊണ്ട് പിണറായി സർക്കാർ 3ാം തവണ അധികാരത്തിൽ വരണം എന്നുള്ള തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ LDFൻ്റെ ഈ ജാഥകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല എന്നുള്ളത്. CPI തന്നെ അത് വിലയിരുത്തി കഴിഞ്ഞു എന്ന് പറയുമ്പം നമുക്കതിൻ്റെ പൊള്ളത്തരം മനസ്സിലാവും. എന്ന് മാത്രമല്ല, ഈ ജാഥകളൊക്കെ നടന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതെന്താ? ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വികാരം ജനങ്ങളുടെ ഇടയിൽ ശക്തിപ്പെടാനാണ് ഈ ജാഥകളെല്ലാം സഹായിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം. ഈ ജാഥ തുടങ്ങിയ സമയത്ത് ഉണ്ടായ സംഭവം എന്താ? ഈ ജാഥ തുടങ്ങുന്നതിൻ്റെ ഏതാണ്ട് 1-2 ദിവസം മുമ്പാണ് പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ കണ്ണൂരിലെ പാർട്ടിയിലെ മുൻ ജില്ലാ കമ്മിറ്റി മെമ്പർ ഉയർത്തിയ വലിയ വിവാദത്തിൻ്റെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ആ പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തിലാണ് MV ഗോവിന്ദൻ്റെ ജാഥ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയത്. ആ ജാഥ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസങ്ങളും നമ്മൾ നേരത്തെ പരിശോധിച്ച് നോക്കിയേ. ഓരോ ദിവസവും ആ ജാഥയിൽ പ്രധാനമായും MV ഗോവിന്ദൻ്റെ ജാഥ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വിവാദങ്ങൾ എത്രയായിരുന്നു. MV ഗോവിന്ദൻ എന്ന് പറയുന്ന ഈ സംസ്ഥാന സെക്രട്ടറി എന്തുമാത്രം അപഹസിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ, എന്തുമാത്രം പരിഹസിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. കാരണം എന്താ? അയാൾ ഓരോ ദിവസവും നടത്തുന്ന പത്രസമ്മേളനത്തിലും അയാൾ പത്രക്കാരോട് തട്ടിക്കയറും, പത്രക്കാരെ ചീത്ത വിളിക്കും,
പത്രക്കാരെ പരിഹസിക്കും, പത്രക്കാരെ പുച്ഛിക്കും. ഇതെല്ലാം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? കുഞ്ഞികൃഷ്ണ കാര്യം നിങ്ങൾ പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ മനസ്സില്ല എന്ന് പറയുന്നു. വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരാണ്, അവരെക്കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയുന്നു. വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയുന്നു അടുത്ത തവണ അധികാരത്തിൽ വന്നാൽ പാവങ്ങളെന്ന് പറഞ്ഞ വാക്ക് നിഘണ്ടുവിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഈ ജാഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഈ ജാഥ നടത്തുന്നതിന് ആസ്പദമായിട്ടുള്ള കാരണങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിന് പകരം വിവാദങ്ങളും പിന്നെ പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയല്ലായിരുന്നു ഈ ജാഥ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിന് സമാന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരുന്ന സംഭവങ്ങൾ എന്താ? അതിന് സമാന്തരമായിട്ട് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി വന്നു. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നു. ബാറിൻ്റെ സമയം കൂട്ടിയത്, പ്രവർത്തന സമയം കൂട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങളും ഈ ജാഥ നടക്കുന്ന സമയത്ത് ഉയർന്നു വന്നു. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-നെയും പ്രതിരോധത്തിലാക്കുമായിരുന്നു. മധ്യമേഖലാ ജാഥയുടെ സംഭവിച്ചെന്താണ്? മധ്യമേഖലാ ജാഥ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ UDF-ലേക്ക് മാണി കോൺഗ്രസ് പോകുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവാദം പൊട്ടിമുളച്ചത്, അത് പൊട്ടിത്തെറിച്ച് വന്നത്. അതിനിടയിലാണ് ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഉയർന്നു വരികയും ജോസ് കെ മാണിയുടെ മൈക്ക് തട്ടിപ്പറിക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ജാഥ നടക്കുന്ന സമയത്ത് ജാഥയുടെ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള MV ഗോവിന്ദൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിവാദങ്ങൾ, അതിൻ്റെ ഇടയിലല്ലേ മറ്റൊരു പാവപ്പെട്ടവനെ കൊണ്ടുവന്നിട്ട് കുറച്ച് പൈസ കൊടുത്തതും അത് തിരിച്ചു മേടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, ഒട്ടനവധി വിവാദങ്ങളിലൂടെ ഈ ജാഥ കടന്നുപോയി. ഈ ജാഥയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ ഈ ജാഥ കടന്നുപോയി ഇതിനിടയിൽ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ജാഥ നടത്തിയതിലൂടെ ജനങ്ങളെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ജാഥ സാധൂകരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ജാഥ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യം എന്താണ്? 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, 10 വർഷത്തെ വിവിധ മേഖലകളിലെ വികസന നേട്ടങ്ങൾ, 10 വർഷം തുടർഭരണം കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, അതിൻ്റെ ഭാഗമായി ഇനിയും തുടർഭരണത്തിലേക്ക് പോകണം എന്നുള്ള വാദഗതി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാഥ നടത്തിയതെങ്കിലും ഈ ജാഥ നടന്നു കഴിഞ്ഞതിന് ശേഷം ജാഥയുടെ ബാക്കി പത്രം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ഈ സർക്കാരിന് ഒരു കാരണവശാലും ഈ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ള ബോധ്യം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ജാഥയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഉപോൽപ്പന്നം എന്ന് പറയുന്നത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന MV ഗോവിന്ദന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കാൻ ഒരു നിമിഷം പോലും യോഗ്യതയില്ല എന്നുള്ള ബോധ്യവും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ ഈ ജാഥ കൊണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി പോകുന്നതും ഈ ജാഥ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു. തെക്കൻ ജാഥയുടെ നേതാവായിട്ടുള്ള ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾക്ക് ജനങ്ങൾ കീറക്കടലാസിൻ്റെ വില പോലും കൊടുക്കുന്നില്ല എന്നും നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ LDF-ൻ്റെ ജാഥ തീർത്തും തികഞ്ഞ പരാജയമായിരുന്നുവെന്നും LDF ജാഥയിലൂടെ എന്താണോ ഉദ്ദേശിച്ചത് അതിനെതിരായിട്ടുള്ള ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കാനാണ് ഈ LDF ജാഥയിലൂടെ കഴിഞ്ഞത് എന്നും കൃത്യമായി ജനങ്ങൾക്ക് ഈ ജാഥ കഴിഞ്ഞപ്പോൾ മനസ്സിലായിരിക്കുന്നു എന്ന് വേണം നമ്മൾ നിരീക്ഷിക്കാൻ.